അതിനകത്ത് തീർച്ചയായിട്ടും ഞാൻ അതങ്ങനെ തന്നെ കരുതുകയാണ്. കാരണം ഒരു ഘട്ടത്തിൽ പോലും ഈ അജണ്ട ഞങ്ങൾ തുറന്നിട്ടില്ല. ഞങ്ങളെ ആരെങ്കിലും സ്വീകരിക്കുന്നു വരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ആക്ഷേപിച്ച് പറയാൻ, ഞാൻ എൻ്റെ ഒരു ഭാഷ നോക്ക്, ഞാൻ എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ ആരെയും ആക്ഷേപിച്ച് പറയാറുണ്ടോ? ഞാൻ ആക്ഷേപിച്ച് പറയാറില്ലല്ലോ. ഉത്തരങ്ങൾ കൊടുക്കും, വ്യക്തമായ വാക്കുകളിൽ ഞാൻ ഉത്തരങ്ങൾ കൊടുക്കും. പക്ഷെ അതിനുശേഷം ഞാൻ ഇന്നയാളെ കണ്ടു, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്ന, ക്രിട്ടിക്കലായി കിടക്കുന്ന ഒരു എൻ്റെ പിതാവിൻ്റെ സുഹൃത്തുമായ ഗൾഫിൽ പോയി 2 ദിവസത്തേക്ക് ഞാനിവിടെ പറഞ്ഞിട്ടാണ് പോയത്. എൻ്റെ 5 MLA-മാരും അവിടെ ഈ പറയുന്ന പരിപാടിക്ക് പോയി. അവിടെ CPM-നോ ഇടതുപക്ഷത്തിനോ ഒരു പരാതിയില്ല. പിന്നെ ആർക്കീ പരാതി? എന്നെ കണ്ടില്ല, ഞാൻ പോയില്ല. അത് ശരിയാണോ? അതങ്ങനെ വളച്ചൊടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് എന്താണ്, ആ സംശയം കൊണ്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ട് വെക്കും. മുന്നോട്ട് കൊണ്ടുവച്ചിട്ട് ഞങ്ങളുടെ ഈ ജനങ്ങൾക്കിടയിൽ സംശയം കൊണ്ടുവന്ന് എത്തിക്കുക, അതൊരിക്കലും ശരിയായില്ല എന്നുള്ളതാണ്. അത് ആരാകട്ടെ ചെയ്തത്, മാധ്യമങ്ങളുണ്ട്, അതിൻ്റെ പിന്നിൽ വേറെ വല്ലവരും കാണുന്നത് ചെയ്തിട്ടുണ്ട്, ശരിയായില്ല. ഞാൻ തിരുവനന്തപുരമായിരിക്കും, കോഴിക്കോടായിരിക്കും, എനിക്കറിഞ്ഞു. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത് അവരോട് ചോദിക്കണം. വിസ്മയ ഏതൊക്കെയാണ് അവരുടെ ലിസ്റ്റിലുള്ളതെന്ന് ചോദിക്കണം. അല്ല, ഞാൻ ചോദിച്ചത് CPM-ന്റെ അവിടെയുള്ള മന്ത്രിമാരുടെ സ്റ്റാഫ് അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് എന്ത് പ്രയോജനം അവർക്ക്? ഞങ്ങളെ അപ്പുറത്തോട്ട് വിടാനോ? അല്ലല്ല, ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ പറയുകയാണ്, ഞങ്ങൾ UDF-ലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ 5 MLA-മാരും കേരള കോൺഗ്രസിനോടൊപ്പം ഉണ്ടാവും. പക്ഷെ ഒരിക്കലും പോവില്ല, ഞങ്ങളുടെ ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ഇവിടെ ഇരുന്ന് ചോദിച്ചു. അത് നിങ്ങൾക്കേ പരിഹരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ തിരുത്തി പറയാന്നുള്ളതാണ്. അതൊക്കെ ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങളുടെ പാർട്ടിക്ക്, ഞങ്ങളുടെ പ്രവർത്തകർക്ക്, ഞങ്ങളുടെ വിശ്വാസം, ഇത്രയും ആൾക്കാർ ഇവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ലീഡേഴ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ ക്രീം ഓഫ് കേരള കോൺഗ്രസ് പാർട്ടിയാ. അവർക്ക് സംശയമില്ലല്ലോ. പിന്നെ എന്താ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.